വോട്ടുകളൊക്കെ എണ്ണിക്കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞപ്പോൾ കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടി. കേരളത്തിൻ്റെ കൂടെ വോട്ട് എടുപ്പിന് പോയ ആസാമിന് നേരത്തെ കിട്ടി, ബംഗാളിന് നേരത്തെ കിട്ടി, തമിഴ്നാടിന് നേരത്തെ കിട്ടി, പോണ്ടിച്ചേരിക്ക് നേരത്തെ കിട്ടി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേരളത്തിനും കിട്ടി ഒരു മുഖ്യമന്ത്രിയെ. അത് വി.ഡി. സതീശനാണ്. തീർച്ചയായും വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി തങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് കേരളത്തിലെ ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പൊതുവികാരം അതാണെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ, കേരള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ, വിവിധ മാധ്യമങ്ങൾ നിരന്തരമായിട്ട് ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ കോൺഗ്രസിനകത്ത് സ്ഥിരമായിട്ടുള്ളതുപോലെ ധാരാളം വൈദികാമുഖന്മാരുണ്ടായിരുന്നു. മുന്നിൽ നിന്ന് നയിച്ച സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് നയിച്ച കെ.സി. വേണുഗോപാൽ രംഗത്തേക്ക് വന്നു. കാലങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരന്തരമായിട്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. അങ്ങനെ ഇവരും എല്ലാവരും തമ്മിലടി തുടങ്ങിയ സമയത്ത് ഹൈക്കമാൻഡ് വിഷമത്തിലായി. ഹൈക്കമാൻഡ് ആരോട് നാട് നിങ്ങളെ ചോദിച്ചു നടന്നു, ആരെയാണ് ആക്കേണ്ടതെന്ന്. അവസാനം പല ആലോചനകളും ചിന്തകളും കഴിഞ്ഞതിന് ശേഷം എ.കെ. ആന്റണിയും വി.എം. സുധീരനും കർശനമായിട്ട് പറഞ്ഞു, യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആളെ അല്ല നിങ്ങൾ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഈ മന്ത്രിസഭ മുന്നോട്ട് പോയില്ല. മന്ത്രിസഭയ്ക്ക് തുടരാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാവും, വലിയ പ്രതിസന്ധി ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഒരു ഹൈക്കമാൻഡിൻ്റെ ഒരു ആശാ കേന്ദ്രമായി, അഭയ കേന്ദ്രമായിട്ട് എപ്പോഴും വരുന്നത്. രാഹുൽ ഗാന്ധി യു.പിയിൽ തോറ്റ സമയത്ത് വയനാട്ടിൽ നിന്നാണ് പിന്നെ അദ്ദേഹത്തിന് പാർലമെൻറ്റിലേക്ക് പോകാൻ ഒരു വഴിയുണ്ടായത്. അദ്ദേഹം ആ സീറ്റ് ഒഴിവാക്കിയ സമയത്ത് സഹോദരി പ്രിയങ്ക ഗാന്ധിക്ക് പാർലമെൻറ്റിൽ പോകാൻ അവസരം ഒപ്പിച്ചു കൊടുത്തതും ഇതേ വയനാട്ടുകാർ തന്നെയാണ്. അങ്ങനെ കേരളത്തിലുള്ള, പ്രത്യേകിച്ച് മലബാറിലുള്ള ആളുകളെയൊക്കെ വെറുപ്പിക്കുകയാണെങ്കിൽ, അവരുടെ നിലപാടുകളെ തിരസ്കരിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡിലിരിക്കുന്ന പ്രമുഖരുടെ തന്നെ താല്പര്യങ്ങളെ അത് ബാധിക്കും എന്നുള്ള ഒരു സൂചന കൂടി പല നേതാക്കളും കൊടുത്തു. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം സീല് വെച്ച കവറിൽ പേര് വന്നു. അതിന് പ്രഖ്യാപിക്കുന്നതിന് തലേന്ന് തന്നെ ആളുകളൊക്കെ അറിയാൻ തുടങ്ങി. സതീശനെ പ്രഖ്യാപിക്കുന്നതിന് തലേന്ന് വൈകുന്നേരം ഒരു 7 മണിക്ക് രസകരമായൊരു സംഭവം ഉണ്ടായി. അത് നമ്മുടെ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പതിവില്ലാത്ത വിധം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തു. അദ്ദേഹം സതീശനെ മുഖ്യമന്ത്രിയാക്കിയാലുണ്ടാകാവുന്ന ആപത്തുകളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. ഇത് മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു മുഖ്യമന്ത്രിയാവും. മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങളാണ് പുതിയ സർക്കാർ നടപ്പിലാക്കുക. മുസ്ലിം ലീഗിന് ഒരു കാരണവശാലും പ്രധാനപ്പെട്ട പദവികൾ, വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകൾ കൊടുക്കരുത് എന്നൊക്കെ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു. ആ സമയത്ത് സതീശനാണ് മുഖ്യമന്ത്രി എന്ന് ആർക്കും അറിയില്ല. സതീശനായേക്കും എന്നൊരു സൂചനയുണ്ടെങ്കിലും കൃത്യമായിട്ട് സുകുമാരൻ നായർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആപത്താണ്. ഇത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഹൈക്കമാൻഡിനുമുള്ളൊരു മുന്നറിയിപ്പായിരുന്നു. വലിയ കേരളത്തിൽ ആകാശം ഇടിഞ്ഞു വീഴും എന്നാണ് സുകുമാരൻ നായർ തലേന്ന് പറഞ്ഞത്. സുകുമാരൻ നായരെ പോലെ തന്നെ ഈ കാര്യത്തിൽ നിലപാടെടുത്ത മറ്റൊരാളാണ് നമ്മളെ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും തമ്മിൽ സത്യത്തിൽ കീരിയും പാമ്പും പോലെയുള്ള ആ കൂട്ടരാണ്. ഒരു കാര്യത്തിലും യോജിപ്പില്ലാത്ത കൂട്ടരാണ്. പക്ഷേ സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്ന കാര്യത്തിൽ NSS ആയാലും ശരി, SNDP ആയാലും ഐക്യമുന്നണിയായിട്ട് നിന്നു. വെള്ളാപ്പള്ളി സത്യത്തിൽ സതീശന് നേരെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊന്നും നാട്ടുകാർക്ക് പറയാൻ കൊള്ളാവുന്ന വാക്കുകളല്ല. കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ദൈനംദിന സംഭാഷണത്തിൽ ഒരിക്കലും ഉപയോഗിക്കാത്ത വാക്കുകളാണ് ഈ വലിയ മഹാപ്രസ്ഥാനത്തിൻ്റെ നടുനായകനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പ്രയോഗിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒരു ചമ്മലൊന്നുമില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറയാം, വായി തോന്നുന്നത് വിളിച്ചു പറയും എന്ന മട്ടിലാണ്. പക്ഷേ ഈ കാര്യത്തിൽ സതീശൻ മുഖ്യമന്ത്രി ആയതിനു മുമ്പും മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം മുഖ്യമന്ത്രി ആയത് ശരിയായില്ല, അത് ഗുണം ചെയ്യില്ല, അത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഏജൻസിയായിട്ട് പ്രവർത്തിക്കും എന്നൊക്കെയാണ് അദ്ദേഹവും പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ NSSൻ്റെ ജനറൽ സെക്രട്ടറിയും SNDPയുടെ ജനറൽ സെക്രട്ടറിയും തമ്മിൽ ഒരു വലിയ അഭിപ്രായ ഐക്യമുണ്ടായി. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് എന്ന് ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നലെ വരെ കീരിയും പാമ്പും പോലെ ഇരുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഈ കാര്യത്തിൽ യോജിച്ചു. എന്തുകൊണ്ട്? കാരണം അവരൊക്കെ തന്നെ നമ്മുടെ പിണറായി വിജയൻ്റെ ഒക്കെ ചങ്ങാതിമാരാണ് എന്ന് ഇപ്പോൾ കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. ഈ ഒക്കെ ചങ്ങാതിമാരുടെ പിന്നിൽ നിൽക്കുന്ന ആൾ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അമിത്ഷായുമാണ് എന്ന് ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ അറിയാം.
അപ്പം അങ്ങനെ വ്യാപകമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിലൊരു ഒരു പുരോഗമന സ്വഭാവമുള്ളൊരു മുഖ്യമന്ത്രി വരുമ്പോൾ, മതേതര സ്വഭാവമുള്ളൊരു മുഖ്യമന്ത്രി വരുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തെ വെച്ചു പൊറുപ്പിക്കുകയില്ല എന്ന നിലപാടോടുകൂടിയാണ് CPM-ൻ്റെ ആളുകളും NSSൻ്റെ ആളുകളും SNDP-യുടെ ആളുകളും BJP-യുടെ ആളുകളും ഒന്നിച്ചു വന്നത്. യഥാർത്ഥത്തിൽ BJP-യുടെ മുദ്രാവാക്യങ്ങൾ, BJP-യുടെ ആളുകൾ പറഞ്ഞു വരുത്തിയ സംഗതികൾ, മുസ്ലിം വിരുദ്ധതയുടെ ആ രാഷ്ട്രീയം വളരെ വ്യാപകമായി, വളരെ പരസ്യമായിട്ട് തന്നെയാണ് ഈ രണ്ട് സമുദായ നേതാക്കളും പ്രയോഗത്തിൽ വരുത്തിയത്. സത്യത്തിൽ സതീശന് ഇവരോട് എന്ത് തെറ്റ് ചെയ്തു നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. സതീശന് യഥാർത്ഥത്തിൽ NSSൻ്റെ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം NSSുമായിട്ട് അങ്ങനെ സംഘർഷത്തിൽ പോയിട്ടില്ല. യഥാർത്ഥത്തിൽ SNDP-യുടെയും NSSൻ്റെയും പരിപാടികളിൽ അദ്ദേഹം സഹകരിച്ച് നിന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സതീശനോട് ഇത്ര വിരോധം? അദ്ദേഹം മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ കക്ഷികളുമായിട്ട് യോജിച്ച് വന്നിട്ടുള്ളത്. UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ടീം UDFൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, RSP ഉണ്ട്, CMP ഉണ്ട്, ഒരു പരിധിവരെ അസോസിയേറ്റ് മെമ്പറായിട്ടുള്ള RMP അടക്കമുള്ള പാർട്ടികളുണ്ട്. അവരോടൊക്കെ തുല്യനിലയിൽ സാഹോദര്യത്തോടുകൂടി പെരുമാറുന്ന ഒരു നേതാവാണ് സതീശൻ. പിന്നെ എന്താണ് അദ്ദേഹം ലീഗിൻ്റെ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് പറയാൻ കാരണം? അതൊരു വല്ലാത്ത അത്ഭുതകരമായ സംഗതിയാണ്. ലീഗ് തൻ്റെ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായി ലീഗുമായിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, അതിൻ്റെ അടിസ്ഥാന തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതിന് മുമ്പ് കരുണാകരൻ അത് ചെയ്തിട്ടുണ്ട്, AK ആന്റണി അത് ചെയ്തിട്ടുണ്ട്, ഉമ്മൻചാണ്ടി അത് ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത. സതീശൻ ലീഗിൻ്റെ ആളുകളുമായി സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കേണ്ടത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരുമാണ്. കാരണം 1979-80 കാലം മുതൽ യഥാർത്ഥത്തിൽ അന്ന് ഐക്യമുന്നണി സംവിധാനം കരുണാകരൻ കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട്, കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ടാണ്. അതിനു മുമ്പ് EMSൻ്റെ കൂടെ ഇടതുപക്ഷത്ത് നിന്നിരുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ അടർത്തിയെടുത്ത് 69-ൽ പുതിയൊരു കുറുമുന്നണി ഉണ്ടാക്കി അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി, പിന്നീട് കരുണാകരൻ തന്നെ മുഖ്യമന്ത്രിയായി ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നത് 69-70 കാലത്താണ്. അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം ലീഗ് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗമാണ്. ബാബറി മസ്ജിദ് പൊളിച്ചിട്ട സമയത്ത് പോലും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് അത് വിട്ടുപോയിട്ടില്ല. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി നരസിംഹറാവ് വീട്ടിനകത്ത് കയറി അടയിടിച്ചിരുന്ന് പൂജാമുറിയിലിരുന്ന് മണിയടിക്കുന്ന സമയത്ത് ലീഗുകാർ വളരെയേറെ പാടുപെട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ അണികൾ കരഞ്ഞ സമയത്തും നേതാക്കന്മാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ പോലും കോൺഗ്രസിൻ്റെ കൂടെ നിന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിലേക്ക് പോകാൻ ഒരു വഴി കാണാതെ വന്നപ്പോഴേ മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടിയാണ്, മുസ്ലിം വോട്ടിലെ വോട്ടർമാരുടെ സഹായത്തോടു കൂടിയാണ് വയനാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് വോട്ടോടുകൂടി പാർലമെൻറ്റിൽ എത്താൻ കഴിഞ്ഞത്. അങ്ങനെ കോൺഗ്രസിൻ്റെ അഭിമാനം സംരക്ഷിച്ച, ഹൈക്കമാൻഡിൻ്റെ അഭിമാനം സംരക്ഷിച്ച, നെഹ്റു കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിച്ച ഒരു പാർട്ടി ഇപ്പം എന്തോ വലിയ മഹാദുഷ്ടന്മാരും രാജ്യവിരുദ്ധരും ദേശവിരുദ്ധരും മോശക്കാരുമാണ് എന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞാലും യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ താങ്ങും തണലുമായി നിന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനോട് ഒരു യുദ്ധത്തിന് പോകുന്നില്ല, മുസ്ലിം ലീഗിനോട് ഒരു വർഗീയമായിട്ട് പെരുമാറുന്നില്ല എന്നതാണ് പിന്നെ സതീശൻ്റെ അയോഗ്യത. ആ അയോഗ്യതയാണ് NSSനെയും SNDPയെയും പ്രകോപിപ്പിക്കുന്നതെങ്കിൽ അവരുടെ മനസ്സിനകത്ത് എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോകും. ഇത്രയേറെ വർഗീയതയുമായി സമുദായ നേതാക്കൾ ഇരിക്കുന്നത് ശരിയാണോ? ഈ രണ്ട് സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നേതാക്കളെ വെച്ചു ഓർപ്പിക്കാൻ എങ്ങനെ അവർക്ക് കഴിയുന്നു എന്ന കാര്യം യഥാർത്ഥത്തിൽ മലയാളികൾ ആലോചിക്കേണ്ടതാണ്.